വിഷമിക്കാതെടാ. ശ്രേയക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, ഓഫീസിലെ ടെൻഷനായിരിക്കും. വല്യളിയാ, അച്ചുക്കുട്ടി പറഞ്ഞത് ശരിയാ. ആകാശം ഇതുപോലെ ഓഫീസിൽ നിന്നൊന്നും വഴക്കുണ്ടാക്കിയിട്ടില്ലേ? അതുപോലെയുള്ളൂ ഇതും. എല്ലാം നേരെയാവും മോനെ. എന്ത് നേരെയാവൂന്ന്? എനിക്ക് ജോലിയില്ല, ഞാൻ വെറുതെ ഇടക്കുവന്ന്. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ മേഡന്റെ കല്യാണം കഴിച്ചത്. ഇങ്ങനെ വല്ലതും മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അപ്പൊ പറഞ്ഞായിരുന്നു. അങ്ങനെയല്ല മോനെ. അമ്മേ, അടിമുടി ടെമ്പർ തെറ്റി നിൽക്കുക ഞാൻ. ഒന്നും പറഞ്ഞ് സമാനിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞാലേ അത് നിങ്ങൾക്കായിരിക്കും വിഷമം. അതുകൊണ്ട് പൊക്കോന്റെ മുമ്പിൽ നിന്ന്. അപ്പച്ചി, പാലും പഴവും വേസ്റ്റായി എന്ന് വിചാരിക്കണ്ട. ഇങ്ങനൊക്കെ ഞാൻ കഴിച്ചോളാം. ഇതാദ്യം നിന്റെ മോതിലേക്ക് ഒഴിച്ചിരു. ഞാൻ ഒന്ന് പോടാ അവിടുന്ന്. പിസ്തയും ബദാമും ഒക്കെ ഇട്ട പാല് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. അളിയനും പെങ്ങളുമാടത്തിനും ഒന്നും നടക്കാത്തതിനിപ്പം ഞാനെന്ത് ചെയ്യാന്? അയ്യോ, അങ്ങോട്ട് പോണ്ട, അവിടെ നിന്നും കിട്ടും തട്ട്. ഈ വഴിക്ക് പോവാം. രക്ഷ. കണ്ടില്ലേ കക്കുതി, പാലും പഴവുമായിട്ട് അതേപോലെ തിരിച്ചു വന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അതെനിക്കറിയാലോ അക്കുച്ചേട്ടാ. അതിനു വേണ്ടി തന്നെയാ ഞാൻ ഈ ആതിരാത്രി സെറ്റപ്പിന് വഴിയുണ്ടാക്കിയത്. അതുകൊണ്ട് എന്താ കാര്യം? ഇപ്പോഴും അമ്മയും അശ്വതി ചേച്ചിയും അവനും ഒന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. വീണ്ടും നാണമില്ലാതെ പൊന്നൂന്നും വിളിച്ച് പിന്നാലെ ചെല്ലും. ചെല്ലട്ടെ അക്കുച്ചേട്ടാ, ഒരു കണക്കിന് നോക്കിയാ ശ്രേയം കൂടെ കൂട്ടിയതിന്റെ ശിക്ഷയല്ലേ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. എത്ര നാൾ ഇവരിങ്ങനെ എല്ലാം കണ്ടും കേട്ട് മുന്നോട്ട് പോകും? അധികം വേണ്ടി വരില്ല. അതിനു മുൻപ് ശ്രേയുടെ പ്ലാനിങ്ങുകളെല്ലാം പൊളിച്ച് കൈ കൊടുക്കണം. അരവിന്ദേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പാവം, ശ്രേയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരുന്നു. അതവനെ ബുദ്ധിയില്ലാത്തോണ്ടാ. ബുദ്ധിയില്ലാത്തോണ്ടൊന്നും അല്ല അക്കുച്ചേട്ടാ, ശ്രേയ അതുപോലെയല്ല അരവിന്ദേട്ടനെ പറഞ്ഞു പറ്റിക്കുന്നത്. പാവം ഇപ്പൊ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. അക്കുച്ചേട്ടൻ അരവിന്ദേട്ടന്റെ അടുത്തോട്ട് ചെല്ല, എന്തേലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കേ. എന്ത് പറയാൻ? ഞാനോ നീയോ പറഞ്ഞ അവൻ വിശ്വസിക്കില്ലല്ലോ. വിശ്വസിക്കണ്ട, എന്നാലും ഒരു 2 വാക്ക് പറയുന്നൊരാശ്വാസമല്ലേ. ശരി.